ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 5 യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 5 ആണ് ഗൈസ് ഇടുന്നത്. ഞാൻ വീഡിയോ ഇടാണ്ട് കുറേ ബിൽഡ് ചെയ്യാൻ ചെയ്ത് ഫസ്റ്റ് ഈ വീടാണ് ഗൈസ്. വീട് ഞാൻ മൂന്നാമത്തെ എപ്പിസോഡ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. എനിക്കൊരു വീട് ഉണ്ടാക്കണം എന്നുള്ള അതാദ്യം എപ്പിസോഡ് 5 പഠിച്ചു. ഇവിടെ മാപ്പ്, ഇവിടെ ചെറിയൊരു സ്പേസ്, ഡൈനിങ് ഹാൾ പോലെ, എൻചാൻറ്റിങ് ടേബിൾ, ആർമർ സ്റ്റാൻഡ്, അങ്ങനത്തെ. ഇവിടെ മുകളിലത്തെ തട്ട്, ഇവിടെ ബെഡ്റൂമാണ്, ഒരു വിൻഡോ വെച്ച്, പിന്നെ വേറൊന്നുമില്ല. ഇനി നേരെ താഴോട്ട് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഓരോ ലൈറ്റ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ച് രാത്രി മോബ്സൊന്നും സ്പോണാകാണ്ട് കണ്ടിട്ട് ഇങ്ങനത്തെ ലൈറ്റ് ഇതാ കണ്ടില്ലേ, അങ്ങനെ ലൈറ്റ് കുറേ സ്ഥലത്ത് വെച്ച് പിന്നെ ഒരു വില്ലേജ് ട്രേഡിങ് ഹാൾ ഉണ്ടാക്കി. ട്രേഡിങ് ഹാൾ കൊണ്ട് നമുക്ക് ഡയമണ്ട് പിക്കാക്സ് ഒക്കെ കിട്ടും. ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി. ഇതാണ് ട്രേഡിങ് ഹാൾ. നമുക്ക് നേരെ പുറത്തേക്ക് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ബിൽഡാണ്, അതൊന്നും സാധിക്കില്ല. പിന്നെ പംകിൻ ഫാം ഉണ്ടാക്കി. പിന്നെ വേറെ ഇത് എൻ്റെ പണ്ടത്തെ പോലെ ജസ്റ്റ് റൂമാക്കി. ഇതിൻ്റെ അപ്പുറം അവിടെ ഒരു നെതർ പോർട്ടലും ഉണ്ടാക്കി. ഇതെല്ലാം സർവൈവലാണ് ഗൈസ്, ക്രിയേറ്റീവിലല്ലേ. നെതർ പോർട്ടലും ഉണ്ടാക്കി. ഫാമിൻ്റെ അടുത്ത് നമുക്കിനി ഞാനൊരു പാലം കൂടി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം കുറച്ച് ലൈറ്റ് ഉണ്ടാക്കണം. ലൈറ്റ് അത് കണ്ടിട്ട് ബാക്കി നമുക്ക് പറയാം. ഒരു ലൈറ്റ് വേണം, ലൈറ്റ് ഒപ്പിക്കണം. അതിന് നമുക്ക് കോൾ ആവശ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇൻവെൻറ്ററി കോളുണ്ട്? കോളില്ല. ഇതാണ് ഞാൻ പണിയുന്ന ബ്രിഡ്ജ്. അതിൻ്റെ അപ്പുറം ഞാൻ ചെറുതൊന്ന് പണിതിരുന്നു. ഡീഫ്ലൈറ്റ് കബിൾ സ്റ്റോൺ വെച്ചിട്ടുള്ള പാലാണിത്. ഇവിടുന്ന് കോള് കിട്ടുമെങ്കിൽ മൈൻ ചെയ്യണം, കാരണം കോൾ നിർബന്ധമാണ്. ഇത്രയും ബിൽഡാണ് ഞാൻ ഈ വേൾഡിനകത്ത് ചെയ്തത്. ഇനിയും കുറേ ബിൽഡുകൾ കൊണ്ടുവരണം. നമുക്ക് അടുത്ത വീഡിയോ, അതായത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 6 അകത്ത് ഈ വേൾഡ്, ഈ ഐലാൻഡ് മൊത്തം ടോർച്ച് കൊണ്ട് നിറയ്ക്കണം. അത് നടക്കൂല, എന്നാലും നിറയ്ക്കണം. ഞാൻ പോകുന്നു. ഇവിടുത്തെ ടോർച്ചെല്ലാം പൊട്ടിക്കളയും, കാരണം അതെല്ലാം നമുക്ക് ആവശ്യമുണ്ടാവും. ഇവിടെയൊക്കെ ഞാൻ വെറുതെ വെച്ചാൽ അങ്ങനെ നമുക്ക് അത് അൺഫാം പോയിട്ട് അയൺ എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനത്തെ ലൈറ്റ് ഒരു 10-15 ഉണ്ടാക്കാം. കുറച്ച് വുഡും ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം പോയിട്ട് 6 ലൈറ്റ് ഉണ്ടാക്കാം. 6 ലൈറ്റ്. ഈ വേൾഡ് രസമുണ്ടെങ്കിൽ നിങ്ങൾ രസമുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. രസമില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ഇതാന്ന് എടുക്കാം. ഇവിടെ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യണം. നമുക്കാദ്യം കുറച്ച് വുഡ് ആവശ്യമുണ്ട്. വുഡിന് വേണ്ടി അയൺ ആക്സും ഉണ്ട്. നേരെ പോയിട്ട് വുഡ് കളക്ട് ചെയ്യാം. നമുക്ക് ഈ 2 വുഡ് കളക്ട് ചെയ്യാം. ഗൈസ്, ഈ വേൾഡിൻ്റെ സീഡ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ചെറിയ വീഡിയോ, ഞാൻ എൻ്റെ ബിൽഡ് എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ്. ലൈറ്റൊന്നും വെച്ചില്ല.
ഇവിടെ എവിടെയെങ്കിലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ? ആടെ ഒരു ലൈറ്റ് മാത്രം വെക്കാം, ബാക്കി നമുക്ക് മറ്റേ ലൈറ്റ് കൊണ്ട് കവർ ചെയ്യാം. അഞ്ച് ലൈറ്റ് ഉണ്ടാക്കാൻ നടക്കുള്ളൂ ഗൈസ്. 5 ലൈറ്റ്. ബാക്കി നമുക്ക് മൊത്തം ക്രാഫ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് വെച്ച് എന്തൊരു സ്റ്റാക്ക് ഉണ്ടാക്കാം. അങ്ങനത്തെ ടോർച്ച് എവിടെ? ലൈറ്റ് എവിടെ? ലൈറ്റ് 5 ടോർച്ചോ? ഗൈസ് രാത്രി ആവാനായിക്ക് നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് വെക്കാം. എന്നിട്ട് വേൾഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ട ആദ്യം അല്ലേ? ഇപ്പം വേൾഡ് കുഴപ്പമില്ലാണ്ട് അയക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് ഇങ്ങനെ ലൈറ്റ് കൊണ്ട് കവർ ചെയ്യുന്നതിൻ്റെ വേറെ എന്നാ അറിയോ? ഒരു മോബ്സും സ്പോൺ ആവില്ല. അത് നല്ലൊരു ഇതാണ്. മോബ്സ് സ്പോൺ ആവില്ല നമ്മളെ ഐലൻഡിൽ. ആടെ വെറുതെ എന്തിനാ 2 എണ്ണം? ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഓക്കെ, ഇവിടുത്തെ ലൈറ്റ് പിടിച്ചിട്ട് ഈ എണ്ണ വെച്ചിട്ട് ഇങ്ങനെയായി. ആടെ ഒരു മോബ് സ്പോൺ അല്ലേ? നമുക്ക് ഓടാം ഗൈസ്, ഓടണം. പണി കിട്ടി. അല്ല എനിക്ക് വല്ലാത്ത പേടി ഗൈസ്. കാരണം അതിൻ്റെ ഒരു ഓട്ടം ഉണ്ട്, നമ്മളങ്ങ് ഇല്ലാണ്ടായി കളയും. ഓക്കെ, നമ്മളിന്ന് എല്ലാം ഇട്ട് വെച്ച് നമുക്ക് ഈ പുരേൻ്റെ മുകളിൽ നിന്ന് ഈ വിൻഡോ കൂടെ നോക്കാം രസമുണ്ടോ ഇല്ലയോന്ന്. എല്ലാം ലൈറ്റ് വെച്ചിട്ട് കുഴപ്പമില്ലല്ലേ, നല്ല രസമുണ്ട് കാണാൻ. നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുവരെ എല്ലാവർക്കും ബൈ.